പത്മചന്ദന ചർച്ചിതോജ്വലവപു ശുക്ലാംബര മല്ലിക മാലാളിത കുന്തല പ്രവില തന്മുക്താവളി ശോഭിത അമ്മേ ദേവി മഹാമായേ, ഒരു നാടിന് ഐശ്വര്യമായി ആശ്രയമായി വാണരുളുന്ന കുമാരനെല്ലൂരമ്മ, ആ അമ്മയുമായി ബന്ധപ്പെട്ട മധുര ഇല്ലം, ആ ഇല്ലത്തെ പൂർവികനോടൊപ്പം കുമാരനെല്ലൂർ ദേവി മധുരയിൽ നിന്ന് എത്തിയതായി ഐതിഹ്യം. ഇന്നും ആ മനയിൽ ദേവി കുടിയിരിക്കുന്നതായും പൂജ നടക്കുന്നതായും അറിവുണ്ട്. ദേവിയുടെ ആ ഇല്ലത്തെ അനന്തര അവകാശിയായി വാഴുന്ന അച്യുതൻ നമ്പൂതിരി മഹാസാത്വികനായ ബ്രാഹ്മണൻ, ദുഃഖവുമായി പല പല ദുഃഖങ്ങളുമായി തന്നെ സമീപിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സതുപദേശങ്ങളും പൂജകളും പരിഹാര പൂജകളും നൽകി അദ്ദേഹം ഇന്നും അവിടെ വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ശ്യാമളാം ചന്ദ്രാക്ഷോജ്വലശേഖരാം ത്രിനയനാമാഭീതവാസോവസം ചക്രം ശംഖുമിഷും ധനുശ്ചിം കോദണ്ഡവാണാം ശോ മുദ്രേ വാമേ കാമദേ സകടിബന്ധാഭിഷ്ടതാം വാനയോ. ഓം അമ്മേ സർവേശ്വരി ഭഗവതിയെ ഈ ധ്യാന ശ്ലോകം ചൊല്ലി പ്രാർത്ഥിച്ചാല് നമ്മുടെ സകലവിധ ദുരിതങ്ങളും മാറും. നമുക്ക് വേണ്ട വിധത്തിലുള്ള അനുഗ്രഹം തരും. നമ്മൾ പ്രത്യേകം ഭഗവതിയോട് എനിക്ക് ഇന്നത് തരണം, രൂപ തരണം, അല്ലെങ്കിൽ കല്യാണമാകണം, ഇതൊന്നും നമ്മൾ പ്രത്യേകം വേണ്ട കാര്യമില്ല. ഭഗവതിക്ക് അറിയാത്തില്ല. നമ്മുടെ കുമാരനും ഭഗവതി എന്ന് പറഞ്ഞാൽ പഞ്ചസങ്കല്പം, അതായത് രാവിലെ സരസ്വതി സങ്കല്പം. സരസ്വതി സങ്കല്പം എന്ന് പറഞ്ഞാൽ യാ കുന്ദന്തു തുഷാരകാനധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാശ്വാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃത ദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപക. ഇതാണ് ആദ്യത്തെ പൂജയുടെ ഒരു സങ്കല്പം. രണ്ടാമത്തെ പൂജ വെച്ച മഹാലക്ഷ്മി സങ്കല്പം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. മൂന്നാമത്തെ പൂജ എന്ന് പറഞ്ഞാൽ പന്തീരടി പൂജ, പാർവതീ സങ്കല്പം. അമരീ കബരീ ഭാര പ്രമരീ മുഖരീകൃതം പുരീകരോദുരിതം ഗൗരീ ചരണമങ്കജം. ആ സങ്കല്പമാണ് ഒന്നാമത്. നാലാമത്തെ പൂജ ഉച്ചപൂജ, അതായത് ഒരു പറയുന്ന ഒരു സ്വപ്പം കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു സങ്കല്പമാണത്. അതായത് ഇപ്പം സരസ്വതി, മഹാലക്ഷ്മി, പാർവതി, ദുർഗ. ആ ദുർഗയുടെ സങ്കല്പമാണത്. ദുർഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്തുകൊണ്ടാണ്? ദുർഗമൻ എന്നൊരു അസുരനെ നിഗ്രഹിച്ചുകൊണ്ടാണ് ആ ദുർഗ എന്ന് പേര്. അപ്പം സ്വപ്പം ഗൗരവമുണ്ടെന്ന് വിചാരിച്ചു. ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഗൗരവ സ്വഭാവം കാണുമല്ലോ ആ അർത്ഥത്തിൽ. അപ്പോൾ ശത്രുപരമായിട്ടുള്ള ദോഷം മനസ്സിലായി. അതിനൊക്കെ ഏറ്റവും ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തസ്മരണം കിം ഗുരുതേ ബ്രഹ്മാദീനഭിജങ്കരീ ഗുരുതേ. എന്തെങ്കിലും ദോഷങ്ങൾ മാനസികമായിട്ട് ശാരീരികമായിട്ട്
ഇതെല്ലാം ദോഷങ്ങൾ, പിള്ളേർക്ക് ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറാൻ ഏറ്റവും പ്രധാനം ഉച്ചപൂജയുടെ തൊഴുക. ആ ഉച്ചപൂജയ്ക്ക് തൊഴിൽ പ്രാർത്ഥിച്ച് അവിടെ ആ കലശാട്ടം കഴിച്ച് കഴിയുമ്പോൾ പഞ്ചഗവിയൊക്കെ അത് സ്വപ്പം കഴിക്കുകയാണെങ്കിൽ സകലവിധ ദോഷങ്ങളും മനസ്സിലായോ? അതാണ് അതിൻ്റെ സങ്കല്പം. ഉച്ചപൂജയ്ക്ക് വൈകുന്നേരം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദുർഗാ സങ്കല്പമാണ്. വനദുർഗ എന്ന് പറഞ്ഞാൽ സ്വപ്പം കൂടെ ഒരു ഉച്ചപൂജയേക്കാൾ അത്രയും ഗൗരവമില്ല, അതിനേക്കാൾ സ്വപ്പം താണെങ്കിലുണ്ട്. വനദുർഗ എന്ന് പറഞ്ഞാൽ തന്നെ എന്തുകൊണ്ടാണ് മാനസിക സംഘർഷമുള്ളവരുടെ മാനസിക സംഘർഷങ്ങളെല്ലാം മാറ്റി മനസ്സിന് ഏകാഗ്രത സൃഷ്ടിക്കുന്ന ഒരു മന്ത്രമാണ് വനദുർഗാ മന്ത്രം. മനസ്സിലായി? ഇപ്പം ചില പിള്ളേർക്ക് മാനസികമായ സംഘർഷം വരും, ചില പിള്ളേർക്ക് ചില സമയത്ത് ബുദ്ധിമുട്ട് വരും, ചില മനുഷ്യർക്ക് ചിലപ്പോൾ വരും, ചില വലിയ വലിയ ആളുകൾക്ക് ചില പൊടുക്കത്തിൽ പ്രയാസം